ഗെയ്സ് അങ്ങനെ കഴിഞ്ഞ 2 വീഡിയോയില് ഞാനാണെങ്കിൽ തിരുവനന്തപുരത്തെ നമ്മുടെ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്സ്, സ്വിഗ്ഗിയുടെ തന്നെ കസ്റ്റമർ കെയറിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് 2 വീഡിയോയിലും പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കുറേയധികം ആളുകൾ നെഗറ്റീവായിട്ട് കമന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർ സ്ഥിരമായിട്ട് പറയുന്നവർ തന്നെയാണ്. അപ്പൊ നമ്മളത് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു 4 വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു മേഖലയിൽ ഓരോ ദിവസവും നമ്മൾ കടന്നു വരുന്നത് നമ്മൾ ഇതിൽ ആരോടും പരിഭവമോ അല്ലെങ്കിൽ ആരോടും വഴക്കുണ്ടാക്കാനോ പ്രത്യേക ഒരു കാരണത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. നമ്മളൊരു ജോലിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ജോലി മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെയും അറിയിക്കാനും നമ്മുടെ റൈഡർമാരിലേക്ക് കൂടുതൽ എത്തിക്കാനും വേണ്ടിയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ആയ യൂട്യൂബ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതും ഇനി ഉപയോഗിക്കുന്നതും. അപ്പം ഈ നെഗറ്റീവ് പറയുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു റോഡിൽ ഒരു ദിവസം ജോലിക്ക് വന്നിട്ട് ഒരു നിസ്സാര ഒരു കോൾ ഒന്ന് കസ്റ്റമർ കെയർ ഒരു കസ്റ്റമറിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പോലും കഴിയാത്ത ഇത്രയേറെ വലിയ കമ്പനിയാണ് എന്നുള്ള ഇത് എന്ന് ലോകം കൂടി അറിയണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പം ഈ വീഡിയോ ആയിട്ട് വീണ്ടും മുന്നിലെത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു ഓർഡർ ലഭിച്ചു. ഓർഡർ ചെയ്ത് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നും, ഓർഡർ ലഭിച്ചത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ നിന്നും. അപ്പം ആ ഒരു വീഡിയോ, ഒരു ഓഡിയോ ക്ലിപ്പ് കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതും ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ് ഓരോ ദിവസവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ ഡെലിവറി ജോബുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നും ഞങ്ങൾ ആരും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ കമ്പനിയോടും ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഞങ്ങളെ നെഗറ്റീവ് പറയുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്തതിന് ശേഷം കസ്റ്റമർ കെയറിന്റെ ഭാഗത്ത് പറഞ്ഞ് ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് ഓർഡർ റിട്ടേൺ കൊടുത്തു, ഹോട്ടൽ കൊടുക്കുന്നതിന്റെ പേയ്മെന്റ് കിട്ടുമെന്ന്. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് മറ്റുള്ളവർ അറിയേണ്ടത്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഓരോ വീഡിയോയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും വീണ്ടും നിങ്ങളുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളും നിങ്ങളുടെ പോസിറ്റീവ് അഭിപ്രായങ്ങളും ഒന്ന് പറഞ്ഞ് എന്നെയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ നിങ്ങൾ എല്ലാവരും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.